ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ്, രാജ്യത്തിൻ്റെ നട്ടലാണ്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ കരുത്തും ഐക്യവും അതിൽ പറയുന്ന വാക്കുകളുടെ മൂല്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം. വിവിധ സ്ഥലങ്ങളിൽ ആ പരിപാടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനം നമ്മൾ പത്തരയിലേക്കാണ്, പത്തര കർത്തവ്യത്തിലേക്ക് തന്നെയാണ് ആകാംക്ഷപൂർവ്വം നമ്മൾ നോക്കുന്നത്. അവിടെ ഇക്കുറി ഒരു പ്രത്യേകത ഉള്ളത് ഒരു ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആ ഫോർമേഷൻ ഓപ്പറേഷൻ സിന്ദൂറിന് ആദരമായി സിന്ദൂർ ഫോർമേഷൻ എന്നതാണെങ്കിലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ അത് വലിയ സർപ്രൈസ് ആയിരിക്കും. ഒരുപക്ഷെ അത് പതിവ് റിപ്പബ്ലിക് ദിന പരേഡുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു കോമ്പാറ്റ് റെഡി ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു യുദ്ധമുഖത്തേക്ക് ഏത് രീതിയിലാണ് ഇറങ്ങുക, അതേ രീതിയിലുള്ള ഒരു ഫോർമേഷൻ ഇതാദ്യമായി പരേഡിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് ഇക്കുറി ഉള്ള പരേഡിന്റെ ചരിത്രമാണ്. വയനാട്ടിൽ നിന്നും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി കെ രാജനാണ് അവിടെ എത്തിയിരിക്കുന്നത്. കെ രാജൻ ഇപ്പോൾ പരേഡ് വീക്ഷിക്കുകയാണ്, സല്യൂട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. NCC കേഡറ്റുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പരേഡാണ് ഇത്. ഈ സംസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം NCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലുള്ള NCC ഉണ്ട്, SPC ഉണ്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. നമ്മൾ കലോത്സവത്തിന് പോകുമ്പോൾ അവിടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ വലിയൊരു നിര കണ്ടിരുന്നു. കറക്റ്റ് പോലീസുകാരെ പോലെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പ്രവർത്തനവും ഒക്കെ കറക്റ്റ് പോലീസുകാരെ പോലെ തന്നെയാണ്. SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഇത് NSS ആണോ? അല്ല. അപ്പോൾ അങ്ങനെ വിവിധ കുട്ടികൾ, വിവിധ സേനാവിഭാഗങ്ങൾ അവരുടെ പരേഡ് അച്ചടക്കത്തോടെയും ഇത് ഓൺ എ ഫൈൻ ഡേ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, ദീർഘനാളത്തെ റിഹേഴ്സലിൽ സംഭവിക്കുന്നതാണ്. ദീർഘനാളത്തെ റിഹേഴ്സലിൽ കഠിനാധ്വാനത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ അടിവെച്ചടിവെച്ച് നീങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ്, മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റ് ഇടുക്കിയിൽ നടക്കുന്ന പരേഡിനെ അഭിവാദ്യം സ്വീകരിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റ് ആണ്. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ, ജനപ്രതിനിധികളൊക്കെ അണിനിരക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക്, റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് തുടക്കമായിരിക്കുന്നു. സംസ്ഥാനത്ത് 9 മണി മുതൽ തുടങ്ങിയതാണ്. എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ ജില്ലകളിലും ആ പരിപാടികൾ അങ്ങനെ വളരെ ഗംഭീരമായി, വളരെ പ്രൗഢമായി തന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുഞ്ഞുകുട്ടികൾ എത്രത്തോളം അഭിമാനത്തോടെയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ ദിവസത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഓരോ ജില്ലകളിൽ, അതായത് സംസ്ഥാനത്തുടനീളം മാത്രമല്ല രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റെഡ് ഫോർട്ട് കാണിക്കാത്തത്. നമ്മുടെ പത്തരയ്ക്കാണ് കർത്തവ്യപഥത്തിൽ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം ആരംഭിക്കുക. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളാണ് വിശിഷ്ടാതിഥികളായി എത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ വിദേശ ബന്ധങ്ങൾ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി പ്രധാനപ്പെട്ട കരാറിലെല്ലാം ഒപ്പുവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളാണ് ഇന്നിപ്പോൾ റെഡ് ഫോർട്ടിൽ നടക്കാനിരിക്കുന്ന ആഘോഷ പരിപാടികളിൽ വിശിഷ്ടാതിഥികളായി എത്തുന്നത്. ഒപ്പം ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയാൽ വിവിധ ജില്ലകളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും പോലീസ് പരേഡും പതാക ഉയർത്തലും എല്ലാം നടന്നു കഴിഞ്ഞു. മികച്ച സേവനം അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർക്കുള്ള മെഡലുകളും ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് സല്യൂട്ട് സ്വീകരിക്കുന്ന. ജില്ലാ ആസ്ഥാനങ്ങൾ പരേഡ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കാഴ്ചയ്ക്ക് വളരെ ഗംഭീരമായി ദീർഘനാളത്തെ റിഹേഴ്സലിലൂടെ അച്ചടക്കത്തോടെ അടിവച്ചടിവെച്ച് നീങ്ങുന്ന കുട്ടികൾ, SPC കേഡറ്റുകൾ, NCC വോളണ്ടിയർമാർ, വിവിധ പോലീസ് സേനാവിഭാഗങ്ങൾ, അതിൻ്റെ കരുത്തും അവരുടെ ഐക്യവും അവരുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയൊക്കെ കൃത്യമായി വെളിവാക്കുന്ന പരേഡ് ഓരോ സ്ഥലങ്ങളിലും പുരോഗമിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുന്നു. അവിടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരത്തെ പതാക ഉയർത്തി. കോഴിക്കോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് സല്യൂട്ട് സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അവിടെയും പരേഡ് തുടങ്ങാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.